ഇന്നത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാതിരി ഉപരിപഠനം ലാമന്തോൾ വെച്ചിട്ടായിരുന്നു. അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രേഖ ഇവിടുന്ന് എഴുതി കൊടുത്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൂരത്ത് നിന്ന് പലരും ആയുർവേദം പഠിക്കാനും ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും വന്നിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അതിൻ്റെ രീതികളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അക്കാഡമിക്കൽ കാലഘട്ടം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഗുരുനാഥൻ ഇരിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ നിരന്നിരിക്കുന്നു. അവിടെ നിന്ന് ഏത് ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചാലും ഇന്നത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാതിരി ഉപരിപഠനം ലാമന്തോൾ വെച്ചിട്ടായിരുന്നു. അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രേഖ ഇവിടുന്ന് എഴുതി കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ അഷ്ടാംഗഹൃദയം ഉപരിപഠനം ആയിട്ട് തുടങ്ങിയത്. അതിൻ്റെ കൂടെ തന്നെ അഷ്ടാംഗഹൃദയത്തിൻ്റെ രചയിതാവ് വാഗ്ഭടാചാര്യർ കുറച്ചു കാലം ഈ അറബ് നാട്ടിൽ പോയി അവിടെ ഏകദേശം ഒരു തടവിലായ മാതിരിയായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയ ഗ്രന്ഥങ്ങളൊക്കെ ഇരുന്ന് ഹൃദിസ്ഥമാക്കിയിട്ട് അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് അദ്ദേഹം ഓരോ ഗൃഹങ്ങളിലും പോയി അഷ്ടാംഗഹൃദയം ഉപദേശം നടത്തിയിരുന്നു. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ അഷ്ടാംഗഹൃദയം ഉപദേശം നടത്തിയിരുന്ന അവസാന കാലഘട്ടമാണ് ലാമന്തോൾ ഉണ്ടായത്. ഈ സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ സമാധി കാലഹരണപ്പെടുകയുണ്ടായത്. അതുകൊണ്ടാണ് ലാമന്തോൾ ഇപ്പോഴും എല്ലാ വെളുത്ത ഏകാദശിക്കും പത്മമിട്ട് വാഗ്ഭടന് ഒരു നേദ്യം കൊടുക്കുന്നത്.